ഇന്നത്തെ നമ്മുടെ വീഡിയോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറി തന്നെയാണ്. അത്യാവശ്യം ചാറോട് കൂടെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറി ഉണ്ടല്ലോ, അതാണ്. ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാത്ത. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. ഇന്നിപ്പോൾ ഞാനിതൊരു പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ എന്തായാലും. ഇതിലേക്ക് ഒരു 2 ഗ്രാമ്പൂ, അതിൻ്റെ കൂടെ തന്നെ ചെറിയ പീസ് കറുകപ്പട്ട ഇട്ട് കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് മീഡിയം സൈസിലുള്ള ഒരു സവാള, ഒന്ന് മാത്രം മതി. നമ്മൾ 1/2 കിലോ ചിക്കനേ വെക്കുന്നുള്ളൂ. അപ്പോൾ 1 കിലോ സവാളയുടെ അളവ് കൂടുതലാവണ്ട. പിന്നെ കുറച്ച് കറിവേപ്പില, 2 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഒരിത്തിരി ഉപ്പും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇങ്ങനെയൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും ഒരുപാട് സവാള കൂടി പോകരുത്. അതായത് ആ ഒരു ഉള്ളിയുടെ മധുരം വന്നു കഴിഞ്ഞാൽ പിന്നെ എത്രയും നമ്മൾ മസാലപ്പൊടിയും കാര്യങ്ങളൊന്നും ഇട്ടാൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിൽ ഇത് എടുത്തിട്ടുള്ളൂ. അത്യാവശ്യത ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ കുറഞ്ഞ അളവിലല്ല ചെയ്യുന്നത്, അതുകൊണ്ടാണ്. പിന്നെ ഒരിക്കലും ഇതൊന്നും ഒരുപാട് കൂടി പോകും വേണ്ട. അപ്പോൾ അതോടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് പച്ചമണം മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ഇനി തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം എരിവുള്ള 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അത്യാവശ്യം എരിവിലാണ് നമ്മൾ കറി റെഡിയാക്കുന്നത്. നമ്മളെ കയ്യിലുള്ള മുളക് പൊടിക്ക് അനുസരിച്ചിട്ട് ചെറിയ മാറ്റം വരുത്താം. ഇനി ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി അല്ലെങ്കിൽ ഗരം മസാലപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. പകരം കുറച്ച് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. ഈസ്റ്റേൺ ചിക്കൻ മസാലയാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു പെർഫെക്റ്റ് മണോ അതുപോലെ നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടിക്കോളും. അപ്പോൾ അതൊരു 2 ടീസ്പൂണാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒരു മസാല ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കാണെങ്കിൽ ഒരു 3 ടീസ്പൂണിൻ്റെ അടുത്ത്, ചെറിയ സ്പൂണ് 3 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി നല്ലൊരു മണക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലെ തക്കാളിയുടെ ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളത്, ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതോടെ ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു തക്കാളിയുടെ വെള്ളം തട്ടുന്ന സമയത്ത് അടി കരിഞ്ഞൊന്നും പോവാതെ പെട്ടെന്ന് അങ്ങ് വഴറ്റിയെടുക്കാനായിട്ട് പറ്റൂട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ വഴന്ന് റെഡിയായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1/2 കിലോ ചിക്കനാണ് കേട്ടോ. ചെറിയ പീസായിട്ട് കറി പീസായിട്ട് വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചിക്കനിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് കേട്ടോ. ചിക്കൻ നല്ലോണം ഒന്ന് ചൂടായി വന്നോട്ടെ. ചിക്കനിലേക്ക് ഇതുപോലെ അത്യാവശ്യം ആ ഒരു ചൂടൊന്ന് പിടിച്ച് കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതും ഒരു ചെറിയ ചൂടുള്ള വെള്ളം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് അളവിലാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. അതായത് ആ ചിക്കൻ്റെ ഒപ്പത്തിനൊപ്പം വെള്ളം നിന്നാൽ മതി. ഒരുപാട് വെള്ളം കൂടി കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മൾ പ്രഷർ കുക്കറിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വെള്ളം കൂടരുത് കേട്ടോ. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. ഇവിടുത്തെ ചിക്കനൊക്കെ അറിയാലോ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ചിക്കന് കുറച്ച് വേവ് ഉണ്ടെങ്കിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കൂടെ ഒന്ന് ചെറിയ തീയിൽ വെച്ചാൽ മതി. പിന്നെ 2-3 വിസിലൊന്നും എന്തായാലും വേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പ്രഷറൊക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. തുറന്ന് വെക്കുന്ന സമയത്ത് നല്ല അടിപൊളി ചിക്കൻ കറി ആയിട്ട് കിട്ടിയിട്ടുണ്ടാകും. ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് അത്യാവശ്യം ഒരു ചാറോട് കൂടിയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ച കറി ആയതുകൊണ്ട് തന്നെ ഇനി തുറന്ന് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അങ്ങ് തിളപ്പിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചാറ് കുറുകിക്കോളും. കുറേ സമയമൊന്നും വേണ്ട, ചിക്കൻ കൂടുതൽ വെന്ത് പോവും വേണ്ട. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ആ ഒരു തിളയൊന്ന് നിൽക്കുന്ന സമയത്ത് ഇതിലേക്ക് നല്ല കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും കൂടെ ചെയ്യാം. അതല്ല ചെറിയ ഉള്ളി ഒരു ഇത്തിരി വെളിച്ചെണ്ണയിൽ വറുത്തിടുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എനിക്കിതാണ് കുറച്ചുകൂടി ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുക്കർ അടച്ച് വെക്കാം. അപ്പോൾ വെയിറ്റ് വെക്കണ്ട കേട്ടോ, അത് ഊരി വെക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനിയും ആ ചൂടിൽ ചിക്കൻ വേവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേക്കും കറി ഒന്നുകൂടെ കറക്റ്റ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ചൂടോടെ എടുക്കാം, പക്ഷേ ഒരു ഇത്തിരി കൂടെ ഒന്ന് സെറ്റാവണമെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ചൂടുള്ള നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് കറി തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പ്രഷർ കുക്കറിൽ ചെയ്തു എന്നേ ഉള്ളൂ. അല്ലാത്ത രീതിയിൽ പ്രഷർ കുക്കർ അല്ലാത്ത രീതിയിൽ നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ കറിയുടെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഉണ്ട്, കണ്ടു നോക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്തായാലും നല്ല ചൂടുള്ള നെയ്ച്ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ. ചപ്പാത്തിയുടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറി തന്നെയായിരിക്കും. പിന്നെ ഈ ഒരു നെയ്ച്ചോറും ചിക്കൻ മുളക് കിട്ടുന്ന പണ്ട് മുതലേ ഉള്ളൊരു സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുന്ന സമയത്ത് ഒരു ഇത്തിരി അച്ചാറും സാലഡും പിന്നെ ഒരു ഇത്തിരി ചിക്കൻ ഫ്രൈ ചെയ്തുകൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഇത്തിരി പപ്പടം കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ എന്തായാലും പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്